ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോങ്കോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC-യിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടയർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു. The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies. PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരമുള്ള 2400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19 പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KEB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KEB അറിയിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4-നെയും വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോങ്കോയെ നേരിടും. രാത്രി 10:30-നാണ് മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30-ന് ആരംഭിക്കും. ഘാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30-നും ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30-നുമാണ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KEB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോങ്കോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.